ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക വെക്കുന്നതിനെക്കുറിച്ച്, അതായത് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ ചക്ക വെക്കുന്നു എന്ന് പറയും, എന്നാലും ഇത് ചക്കപ്പുഴുക്ക് എന്നറിയപ്പെടുന്നു. അപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ചക്കയാണ് ഒന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്, ചക്കയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്തിരിക്കുന്നു? ചക്കയും കുരുവും ചേർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുന്നു. അതിൻ്റെ അകത്ത് ആവശ്യം ഉപ്പ്, മഞ്ഞൾ, മുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ജീരകം കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ വേവിച്ച് നല്ല വൃത്തിയിൽ വേവിച്ച് എടുക്കുന്നു. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയും ചെയ്യാം. ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കലാണ്. പിന്നെ കുക്കറിലാവുമ്പം കുറച്ചും കൂടെ വെള്ളം ഊറിയ പോലെ ഉണ്ടാവും. ഇതുപോലുള്ള പാത്രങ്ങളിൽ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വരും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഇനി ഇങ്ങനെ അല്ലാണ്ടും വെക്കും. അതായത് തേങ്ങ, മറ്റുള്ള ഈ പറഞ്ഞ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചരച്ചിട്ട് ഇടും. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തത് ചതക്കാത്ത അല്ലെങ്കിൽ അരക്കാത്ത തേങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളിയുണ്ട്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഒക്കെ ഇട്ട് തേങ്ങയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. വെന്തതിന് ശേഷം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം സാധാരണ വറവ് അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഉള്ളിയും അതുപോലെ വറ്റൽമുളക്, കടുക്, പിന്നെ കുറച്ച് സാധാരണയുള്ള വെളുത്തുള്ളി, തേങ്ങ വറുത്തിട്ടിടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും. പച്ചത്തേങ്ങ ഇടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്, കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് തേങ്ങ വറുത്തിടുമ്പോൾ അതിന് കുറച്ചും കൂടെ, വറുത്ത തേങ്ങ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. അപ്പം ഇതിനപ്പുറം ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ലൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല മീൻകറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചക്കയായി ഇത് കണ്ടില്ലേ, ഇതോട്ട് ലാസ്റ്റ് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ നല്ല മീൻ കറി കൂട്ടി സാപ്പിടാം.